കുല്ല നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും എല്ലാം നഫ്സും മരണത്തിനെ രുചിക്കുക തന്നെ ചെയ്യും. ആ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന യാഥാർത്ഥ്യമാണ് മരണം. സൂറത്തുൽ അഅറാഫിന്റെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു സെക്കൻഡ് അങ്ങോട്ട് പോയിട്ടല്ല, ആ മരണം അല്ലാഹു കൽപ്പിച്ച ആ സമയം വന്നു കഴിഞ്ഞാൽ ആ ക്ഷണം, ആ സെക്കൻഡ് അവൻ മരണത്തിലേക്ക് പെടേണ്ടി വരുന്നു. പലപ്പോഴും ഞങ്ങൾ ആ കാരണത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. അയാള് ആക്സിഡന്റിലൂടെ മരണപ്പെട്ടു, അയാൾ കാറിൽ പോയിരുന്നില്ലെങ്കിൽ അയാൾ ജീവിക്കുമായിരുന്നു, മരണപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹു കൽപ്പിച്ച ആ ഒരു സമയം വന്ന ആ ഖബറിലേക്ക് നമ്മൾ പോയി സന്ദർശിക്കുന്ന ആ സമയത്ത് പോലും നമ്മൾ പറയുന്നത് ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് ജോയിൻ ചെയ്യും, ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഖബർ സിയാറത്ത്, ഖബറിലേക്ക് പോലും ഞങ്ങൾ പോകുമ്പോൾ ആദ്യം പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തിലേക്ക് എത്ര ചാന നിൽക്കുന്നു, എത്രത്തോളം ഈ ലോകത്തിലേക്ക് അടുപ്പം കാണിക്കുന്നു, ഈ ലോകം തന്നെ എല്ലാം എന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് നമ്മൾ എത്രത്തോളം ചാന നിൽക്കുന്നു, ആ ഒരു ശരീരത്തിൽ നിന്ന്, ആ ഒരു ബോഡിയിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിക്കുന്നത് എത്രത്തോളം പ്രയാസമായിരിക്കും. നമ്മൾ ആ മരിക്കുന്ന സമയത്ത്, ഒരാൾ മരണപ്പെട്ടു എന്ന് കരുതുന്ന ആ സമയത്ത് ഒരിക്കലും ശരിക്കും നമ്മൾ അവിടെ മരിക്കുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മയ്യത്തുമായി പോകുന്ന സമയത്ത് ആത്മാവ് നിലവിളിക്കും. നമ്മുടെ കാഴ്ചയിൽ ആ മയ്യത്ത്, ആ ഒരു ശരീരം മരണപ്പെട്ടുണ്ട്. പക്ഷേ നല്ല മയ്യത്താണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി ആ മയ്യത്ത് നിലവിളിക്കും. അതേ മോശമായ മയ്യത്താണെങ്കിൽ, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന ഒരു മയ്യത്താണെങ്കിൽ കൊണ്ടുപോകരുത് എന്ന് അട്ടഹാസിച്ചുകൊണ്ടിരിക്കും, വിളിച്ചുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനൊരികെ എല്ലാ ജീവികളും അട്ടഹാസം ആ വിളിച്ചു പറയുന്നത് ഈ ലോകം മുഴുവനും മനുഷ്യന് മാത്രം കേൾക്കില്ല. എവിടെയെങ്കിലും അട്ടഹാസം ആ വിളിച്ചു പറയുന്നത് മനുഷ്യനെങ്കിലും എങ്ങനെങ്കിലും കേട്ടിരുന്നെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ആ ഖബറിന്റെ അടുക്കൽ പോയില്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഖിയാമത്ത് നാളിൽ സൂറന്ന കാലത്തിൽ ഓതുന്ന സമയത്ത് എല്ലാ മനുഷ്യന്മാരും മരണത്തിനെ ആസ്വദിക്കും. ഉയർന്ന് എണീപ്പിക്കുന്ന ആ സമയത്ത് നമ്മുടെ മുമ്പുള്ള ശരീരവും ഈ ആത്മാവും കൂടിച്ചേരുന്നു. ഈ ലോകത്ത് വെച്ച് എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ എനിക്ക് എവിടേക്ക് പോകണോ, എനിക്ക് തെറ്റ് ചെയ്യാം, എനിക്ക് നല്ലത് ചെയ്യാം, ഇതിനൊക്കെ കൺട്രോൾ എനിക്ക് അല്ലാഹു ഈ ലോകത്ത്, ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ പരലോകത്തിൽ ആ ഖിയാമത്ത് നാളിൽ എണീപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ കൺട്രോൾ ഒന്നും എൻ്റെ കയ്യിലായിരിക്കില്ല. ഈ ശരീരത്തിന്റെയും ഈ റൂഹിന്റെയും എല്ലാ കൺട്രോളും അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂന എന്ന് സൂറത്തുൽ യാസീനിലൂടെ നമ്മളെ സൂചിപ്പിച്ചത്. ആ ഖിയാമത്ത് നാളിൽ നമ്മുടെ അവയങ്ങൾ, നമ്മൾ ഇന്ന് തെറ്റിലേക്ക് ചെയ്തു പോയ ആ അവയങ്ങൾ, കണ്ണും മൂക്കും കൈയും, ഇതൊക്കെ നമുക്കെതിരെ സാക്ഷി പറയും. ആ സമയത്ത് ആ മനുഷ്യൻ നമ്മൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ തെറ്റ് ചെയ്തത്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഹറാം ചെയ്തത്, നീ എനിക്കെതിരെ സാക്ഷി പറയണോ എന്ന് നമ്മൾ അവയത്തിനോട് ചോദിക്കും. സൂറത്തുൽ ഹാക്കയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലം കൈ നീട്ടുന്ന ആളുകളെല്ലാം ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾക്കറിയാം, അതുകൊണ്ട് നമ്മൾ വലം കൈ നീട്ടാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ആ ശരീരത്തിന്റെ കൺട്രോളൊക്കെ അല്ലാഹുവിന്റെ കയ്യിലായത് കാരണം നമ്മൾ ചെയ്ത സൽക്കർമ്മം ഇതിന്റെ ഡിപ്പെൻഡായിട്ട് നമ്മൾ കൈ നീട്ടാനേ പറ്റുള്ളൂ. ചെയ്ത ആളുകളും വലം കൈ നീട്ടാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ അത് അവർക്ക് പറ്റില്ല. സ്വർഗം അനുഭവിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ശരീരം മുഴുവനായിട്ട് അനുഭവിക്കാൻ പറ്റിയ ഒരു രൂപത്തിൽ അവർക്ക് മറ്റൊരു ശരീരം കൊടുക്കും. മുഴുവനായിട്ടും ആ ശരീരത്തിൽ നരകത്തിന്റെ ആ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി മറ്റൊരു ശരീരം അവർക്കും നൽകപ്പെടും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ചുമൽ നിന്ന് മറ്റൊരു ചുമലിലേക്ക് എത്രയോ കിലോമീറ്റർ ദൂരമുള്ള ആ വലിയ ശരീരം ആ നരകം വാസികളായ ആളുകൾക്ക് ആ നരകം മുഴുവനായിട്ട് ആസ്വദിക്കാൻ നിങ്ങൾ ഈ ലോകത്തിൽ തന്നെ നോക്കണം. ഒരു 70 വയസ്സ് ജീവിച്ച ഒരു മനുഷ്യനോട് അവരുടെ ലൈഫിനെ കുറിച്ച്, അവരുടെ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചാൽ വെറും 1 മണിക്കൂർ കൊണ്ട് ഞാൻ അങ്ങനെ നേടി, ഞാൻ എങ്ങനെ നേടി, ഞാൻ ഇവിടെ പോയി എന്ന് പറഞ്ഞു വെറും 1 മണിക്കൂർ കൊണ്ട് അവരുടെ ജീവിതം പറഞ്ഞു തരും. ഇത്ര ചുരുങ്ങിയ ഈ ലൈഫിൽ നമ്മൾ തെറ്റ് ചെയ്യാണ്. അവന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ രൂപപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ആത്മാവിനെ അല്ലാഹു ശിക്ഷിച്ചായിരുന്നു. സൂറത്തുൽ അഅറാഫിന്റെ 172-ാമത്തെ പദ്യം, നിന്റെ രക്ഷിതാവ് ആദമിന്റെ മുതുകിൽ നിന്ന് ഈ ലോകത്തിലെ മുഴുവൻ ആളുകളെ, സന്താനങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്നും ഈ ലോകത്ത് ജനിക്കാൻ പോകുന്നതും ഇനി അവസാനം ജനിക്കാൻ പോകുന്ന എല്ലാവരെയും റൂഹിനെയും അല്ലാഹു ശിക്ഷിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഒരു ആത്മാവായ ഒരു കാലത്ത് നമ്മൾ അള്ളാഹുവിന്റെ അരികിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ലിംഗമോ വയസ്സോ ഇതൊന്നുമില്ലാതെ വെറും ആത്മാവ് മാത്രമായത് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിരുന്ന ഒരു സമയം. ഈ സമയത്ത് അള്ളാഹു തആല നമ്മളിൽ നിന്ന് ഒരു കരാറ് വാങ്ങുന്നുണ്ട്. ആ കരാറ് വാങ്ങുന്നതിനെ കുറിച്ചും ഖുർആനിൽ അതേ സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല ഞാനും നീയും ഈ ലോകത്ത് മുഴുവനും ആളുകളുള്ള ആത്മാവിനെ മുന്നിൽ നിർത്തി അള്ളാഹു ചോദിച്ചു, അലസ്തു റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളെ രക്ഷിതാവ്? അന്നേരം അവിടെ വെച്ച് നമ്മളെല്ലാവരും അള്ളാഹുവിനെ സാക്ഷി നൽകി. ആലു ബല ഷഹീദിന്, അള്ളാഹുവെ നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. ആ സാക്ഷി നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അള്ളാഹു തആല നമ്മൾക്ക് വേണ്ടി സുമ്മ യുമീത്തുക്കും സുമ്മ യുഹീക്കും, അള്ളാഹു തആല നമ്മൾക്ക് വേണ്ടി ഒരു ശരീരത്തെ തിരഞ്ഞെടുക്കാൻ വേണം ഈ ലോകത്ത് വെച്ചിട്ട്. ആ ശരീരത്തിലേക്ക് ബുഖാരി ഉദ്ധരിക്കുന്നു സ്വഹീഹ് ഹദീസിൽ 40-ാമത്തെ ദിവസം
മലക്ക് വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവിനെ ഊതുന്നു. നമ്മൾക്ക് വേണ്ടി ഒരു ശരീരം തെരഞ്ഞെടുക്കുന്നത് പോലും നമ്മളല്ല, അതും അള്ളാഹുവിന്റെ കൺട്രോളിലാണ്. നമ്മൾക്ക് മാതാപിതാക്കളായി ലഭിക്കുന്നത് ഒരിക്കലും നമ്മുടെ കൺട്രോൾ കൊണ്ടല്ല. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ്. എന്നിട്ട് ഗർഭപാത്രത്തിൽ നമ്മൾ പുറത്തു വരുന്നു. അവിടെ നമ്മൾക്ക് 2 ശരീരമുണ്ട്, ഒന്ന് ഭൗതികം, ഒന്ന് റൂഹ്, പിന്നൊന്ന് നമ്മുടെ ഈ ശരീരം, ഈ ബോഡി. റൂഹ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, അത് 40ാമത്തെ ദിവസം ഗർഭപാത്രത്തിൽ വെച്ച് 40ാമത്തെ ദിവസം ഒരു മലക്ക് വന്ന് ഊതുന്നതാണ്. അതുകൊണ്ട് ആ റൂഹ് എപ്പോഴും അള്ളാഹുൽ നിന്നാണ് വന്നത്. ആ റൂഹ് അത് അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിനെ എപ്പോഴും തേടിക്കൊണ്ടിരിക്കും ആത്മാവ്. പക്ഷേ നമ്മുടെ ഈ ശരീരം അള്ളാഹു ഈ ലോകത്ത് വെച്ചിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ ശരീരം, ഈ ലോകത്ത് ഭക്ഷണം, നമ്മുടെ ജോലി, ഇതൊക്കെ കഴിയുമ്പോൾ ആ ശരീരം നമ്മൾക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റും. പക്ഷേ ആത്മാവ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ട് ആത്മാവ് എപ്പോഴും അള്ളാഹുവിനെ തേടിക്കൊണ്ടിരിക്കും. ശരീരത്തിന് സമാധാനം കിട്ടിയാൽ പോലും ആത്മാവിന് സമാധാനം കിട്ടില്ല. നമ്മൾ ആത്മാവ് എപ്പോഴും അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ ലോകത്തിന്റെ സുഖം കാരണം, ഈ ലോകത്തിന് നമ്മുടെ ഈ നഫ്സിന്റെ സുഖം കാരണം നമ്മൾ എപ്പോഴും ഈ ലോകത്തിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിനെ വലിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആത്മാവും ആ ശരീരത്തിന്റെ അടുത്ത് പോകും, ഹറാമുകൾ ചെയ്യാൻ തുടങ്ങും. ആത്മാവും ശരീരം ഇത് രണ്ടും അള്ളാഹുവിലേക്ക് നീ അടുപ്പിക്കാണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കാണ്ട്, ആ ഹൃദയം, അള്ളാഹു ഉണ്ടാക്കിയ ആ ഹൃദയത്തിൽ അള്ളാഹുവിനെ നിറക്കാണ്ട് മറ്റെന്തുകൊണ്ടും നിരച്ചാലും ആ മനസ്സിനെ, ആ ശരീരത്തിന് ഒരിക്കലും സമാധാനം കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ സമാധാനം, അങ്ങനെ ശാന്തി ആയിരിക്കെങ്കിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ആ വചനം തെറ്റാവും. ആ അള്ളാഹുലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടി, അള്ളാഹുലേക്ക് നടന്ന് തൃപ്തി കണ്ടെത്താൻ വേണ്ടി അള്ളാഹു ഇറക്കി തന്നതാണ് ഈ ഖുർആനും റസൂലുള്ളാഹും. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമയിൽ അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ മറക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ആ മരണം അള്ളാഹു നിശ്ചയിച്ച ആ സമയം വന്നാൽ അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇന്നഹുമുലാഖീക്കും, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ സമയത്ത് നമ്മൾ അന്യായമായി മറ്റവനെ ഉപദ്രവിച്ച് നമ്മൾ കുറെ സമ്പാദിച്ചു കൂട്ടിയ പണങ്ങളെല്ലാം, കാശികളെല്ലാം ആ ഒരു സമയത്ത് ആ മരണം വരുന്നത് കൂടെ, ആ മരണം കണ്ണിൽ കാണുന്നത് കൂടെ, എത്ര സമ്പാദ്യം ഉണ്ടായാലും അതൊക്കെ ഒരു പേപ്പർ കഷ്ണം മാത്രമായിട്ട് അവനെ കാണുള്ളൂ. ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള വിശ്വാസി ആരാണ് റസൂലുള്ളാഹിനോട് ഒരാൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ആരാണോ മരണത്തിനെ ഒരുക്കുന്നത് അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന്. ഈ ലോകത്തിലെ ഗവേഷണം നടത്തി ആളുകൾ പറയുന്നത് 70 വയസ്സും ജീവിക്കുന്ന ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ അവൻ ഉറങ്ങാൻ വേണ്ടി 20 വർഷം ചെലവഴിക്കും. പിന്നെ അയാളുടെ ജോലി, തിരക്ക്, ഭക്ഷണം, ഇതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് അവന് ബാക്കിയാകുന്ന 70 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവസാനം ബാക്കിയാകുന്നത് വെറും 9 വർഷം മാത്രമേ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ എന്നാണ്. ഒരിക്കലും മരണമില്ലാതെ, വേദനയില്ലാതെ, വെറും സുഖം മാത്രമുള്ള സ്വർഗത്തിനെയാണ് നമ്മൾ വെറുതെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഇൻശിഖാഫിൽ 6ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യരെ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക തന്നെയും നിങ്ങളുടെ നാഥനെ, നിങ്ങൾ ഉണ്ടാക്കിയ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സൂറത്തുൽ അലഖിലും അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഇലാ റബ്ബിക റുജ്അ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്കാണ് മടക്കം, നിങ്ങളുടെ രക്ഷിതാവിലേക്കാണ് നിങ്ങൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. മരണം എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യത്തിൽ അവിടെ നമ്മൾ മരിക്കുകയല്ല, അവിടെ മരണമല്ല സംഭവിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ അവിടെ ശരിക്കുള്ള ജീവിതമാണ് പ്രാരംഭിക്കുന്നത്. എല്ലാ വിജയവും നേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ റസൂലുള്ളാഹി വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. നേരം റസൂലുള്ളാഹി ഇടുപ്പിന്റെ ആ പാടുകൾ റസൂലുള്ളാഹിന്റെ പുറത്ത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റോമിലെയും പർഷ്യയിലെയും ആളുകൾ എത്ര സുഖ സൗന്ദര്യമായിട്ടാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ സാമ്രാജ്യത്തിന്റെ അധിപതനായിട്ട് രൂപത്തിലാണല്ലോ പ്രവാചകരെ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഓ ഉമർ, നിനക്ക് എന്താണ് പറ്റിയത്? നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾക്ക് ആഖിറമാണുള്ളത്, അവർക്ക് ദുനിയാവും. നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടവരാണെന്ന ബോധ്യം നിങ്ങൾക്കും എനിക്കും വേണം. നിങ്ങൾ ഏറ്റവും വലിയ പണക്കാരനായിരിക്കും, ഇത്ര വലിയ രാജനായിരിക്കും, ഇത്ര വലിയ പണക്കാരൻ, ഇത്ര വലിയ ബുദ്ധിശക്തിയുള്ള മനുഷ്യനായിരിക്കും. പക്ഷേ മരണം പിടിക്കുന്ന ആ മലക്കിന്റെ കണ്ണിൽ, ലക്കിന്റെ ലിസ്റ്റിൽ നിങ്ങൾ ഒരു പേര് മാത്രമാണ്. നമ്മൾ ആ പോകുന്ന സമയത്ത് നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല, വെറും 3 കഷ്ണം തുണി മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ ഒരു മയ്യത്തിനെ പിന്തുടരും, അതിൽ 2 കാര്യങ്ങൾ തിരിച്ചു വരികയും 1 കാര്യം മാത്രം അവിടെ ബാക്കിയാവും. ആ മയ്യത്തിനെ പിന്തുടരുന്ന 3 കാര്യങ്ങൾ, ഒന്ന് അവന്റെ കുടുംബവും, ഒന്ന് അവന്റെ സമ്പത്തും, പിന്നൊന്ന് അവന്റെ അമലുകളും. അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും തിരിച്ചു വരും, അമലും മാത്രം അവിടെ ബാക്കിയാവും. ഈ പ്രസംഗം, ഈ സ്പീച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സദസ്സിലുണ്ടായിരുന്ന ഒരു സ്വഹാബി എണീച്ചെന്ന് റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലുള്ളാഹ്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഒരു കവിത ഉണ്ടാക്കട്ടെ? നേരം റസൂലുള്ളാഹ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വഹാബി ഒരു കവിത ഉണ്ടാക്കണം. ആ കവിത കേട്ടപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന റസൂലുള്ളാഹിയും ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും പൊട്ടി കരയാണ്. എന്താണ് ആ കവിത? ആ കവിത ഇങ്ങനെയായിരുന്നു, എന്റെ ജീവിതമായിരുന്ന ഈ യാത്രയിൽ 3 പേരുണ്ടായിരുന്നു എന്റെ കൂടെ. എന്നെ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു, എങ്ങനെയാണെന്ന് അറിയാതെയായിരുന്നു എന്റെ യാത്ര. എന്റെ യാത്രയുടെ ഉടനീളം
എന്നെ യാത്ര അവസാനിക്കുന്നത് വരെ ഈ 3 പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഞാൻ ആ യാത്ര അവസാനിക്കാനായി എന്ന് എനിക്ക് തോന്നുമ്പോൾ കൂടെ ഇത്ര കാലം യാത്ര ചെയ്ത ആ 3 യാത്രികരെ ഞാൻ വിളിച്ചു ചോദിച്ചു, എൻ്റെ യാത്ര അവസാനിക്കാനായി, ഇനിയുള്ള യാത്ര വെറും പ്രയാസമുള്ള ഒരു യാത്രയാണ്. ഇത്ര കാലം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇനിയാണ് നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ടത്. ഇങ്ങനെ യാത്ര ചെയ്ത് എൻ്റെ ശക്തിയൊക്കെ പോയിട്ടുണ്ട്, ഇനിയാണ് നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാം, നിങ്ങൾ ഏത് രൂപത്തിലാണ് എന്നെ സഹായിക്കുക എന്ന് ചോദിക്കാം. ആദ്യത്തെ യാത്രികൻ വന്നിട്ട് പറഞ്ഞു, അവന്റെ സമ്പത്ത്, മനുഷ്യ, നമ്മൾ ഇത്ര കാലം ഒന്നിച്ച് യാത്ര ചെയ്തു, ഒരുപാട് രാജ്യത്തൊക്കെ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തു, ഒന്നിച്ച് കിടന്നു, ഏറ്റവും വലിയ റിസോർട്ടിൽ നമ്മൾ ഒന്നിച്ച് താമസിച്ചു, എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ ഒന്നിച്ച് പങ്കിട്ടു. നിങ്ങൾ ശ്വസിക്കുന്ന ആ സമയം അത്രയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഹോസ്പിറ്റലിൽ നിങ്ങളെ അവസാനം സമയം ഞാൻ എത്തിക്കും. അതേപോലെ ഈ ലോകത്ത് വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഡോക്ടറെയും നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരും. പക്ഷേ നിങ്ങൾ ആ മരണം വരുന്ന സമയത്ത്, ആ മരണം നിങ്ങളെ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പിരിയുന്നത് ഞാനായിരിക്കും. ആ മരണം വരുന്നത് വരെ, ആ മരണം നിങ്ങളെ പിടിക്കുന്നത് വരെ നിങ്ങൾ ഏത് രൂപത്തിൽ പോലും ഞാൻ എന്നെ ഉപയോഗിക്കാം. പക്ഷേ ആ മരണം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാനായിരിക്കും പിരിയുന്നത്. രണ്ടാമത്തെ യാത്രികൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബം. അങ്ങനെ അയാൾ വന്നിട്ട് പറയാണ്, ആദ്യത്തെ ആളെ പോലെയല്ല ഞാൻ, ഈ മരിക്കുന്നത് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, അവസാനം വെള്ളം നൽകാൻ പോലും ഞാൻ ഉണ്ടാവും. അതേപോലെ ആളുകൾ പറയണം, ഈ മനുഷ്യൻ ഇത്രത്തോളം ഇയാളെ സ്നേഹിച്ചിരുന്നു, അതുപോലെ ഞാൻ നിന്റെ മയ്യത്തിന്റെ മുമ്പിലിരുന്ന് ഞാൻ കരയും. നിന്റെ നല്ല നല്ല ഓർമ്മകൾ ഞാൻ ആളുകളിൽ പറഞ്ഞ് ഞാൻ കരയും. ഞാൻ നല്ലത് മാത്രമേ നിന്നെ ഞാൻ പറയൂ. എൻ്റെ കരച്ചിൽ കാണുന്ന സമയത്ത്, എൻ്റെ ഈ പറച്ചിൽ കാണുന്ന സമയത്ത് ആളുകൾ പറയും, ഇയാൾ എത്രയോ ആളിനെ സ്നേഹിച്ചിരുന്നു എന്ന്, നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് ആളുകൾ പറയും. അതിനുശേഷം നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫംപട ഞാൻ എടുക്കും, മയ്യത്ത് നമസ്കരിക്കാനും അതിനും ഞാൻ ഇമാമായിട്ട് നിനക്ക് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ നിൽക്കും. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഞാൻ തന്നെ ഉണ്ടാവും. ആ മയ്യത്ത് നിന്നെ ഇറക്കാനും മയ്യത്ത് കുഴിക്കാനും അതിനെ എല്ലാത്തിനും ഞാൻ നിൽക്കും മുമ്പിൽ. നിന്റെ ശരീരത്തിൽ മണ്ണ് ഇടുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടാവും. പക്ഷേ പിന്നീട് എനിക്ക് തിരിച്ചു വരേണ്ടത്, കാരണം നിനക്ക് വേണ്ടി ഞാൻ ഇത്ര നാളും ഉറക്കം ഒഴിഞ്ഞത് കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ ജോലികളൊക്കെ ഇവിടെ പെൻഡിങ് ആയി നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് പിരിയേണ്ടത്, കാരണം നിന്നെ പോലെയല്ല ഞാൻ. നീ മരിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ജീവനോടുണ്ട്, എനിക്ക് മുമ്പിൽ ജീവിതമുണ്ട്. അതുകൊണ്ട് എന്നെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യം നോക്കി എനിക്ക് പോകേണ്ടത്, അതുകൊണ്ട് ആ സമയത്ത് ഞാൻ പിരിയേണ്ടി വരും. പക്ഷെ ആ തിരിച്ചു വന്നാൽ പോലും നിന്നെക്കുറിച്ചുള്ള കുറെ ഓർമ്മകളും എൻ്റെ മനസ്സിൽ കാണും. വല്ലപ്പോഴും ഞാൻ ഖബർ കാണുന്ന സമയത്തായിരിക്കും നിന്നെ ഓർക്കുക. കുറച്ചു കാലം കഴിഞ്ഞാൽ നീ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നെന്ന് പോലും ഞാൻ മറന്നു പോകും. അങ്ങനെ മൂന്നാമത്തെ യാത്രികൻ വന്ന് പറയാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 2 യാത്രികരെ പോലെ ഞാൻ ആവില്ല. ഒരാള് നിന്നെ മരണം സമയത്ത് നിന്നെ ഉപേക്ഷിച്ചു പോയി, രണ്ടാമത്തെ ആള് ഖബറിൽ വെച്ച് എല്ലാം കഴിഞ്ഞ അയാളെ തിരിച്ചു പോയി. പക്ഷേ ഞാൻ എൻ്റെ ആ ഖബറിലും നിനക്ക് വേണ്ടി ഞാൻ വാദിക്കും, ഖിയാമത്ത് നാളിലും നിനക്ക് വേണ്ടി ഞാൻ വാദിക്കും. മലക്കുകൾ വന്ന് നിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ വാദിക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് അമലായ ആ മൂന്നാമത്തെ യാത്രികൻ പറയണം. ഇത് കേട്ടപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന റസൂലുള്ളാഹിയും ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും പൊട്ടിക്കരയാണ്. അത് കേട്ടപ്പോ എനിക്കും കരയാൻ പറ്റാതെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഈമാൻ ഇല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഖബർ ഒരു സൗണ്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഖബർ എന്ന് പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സൈലന്റ് ആയ പ്ലേസിൽ പോലും ഇവിടെ കുറെ അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിനെ രുചിക്കുക തന്നെ ശരി.